ഷിംജിത മുസ്തഫ അവളെ പീഡിപ്പിക്കുന്ന ഒരു വൻ രംഗാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ബസ്സിൽ നിന്നാണ് വൻ പീഡനം ഏറ്റുവാങ്ങിയത്. അങ്ങനെയാണ് അവൾ അടുത്ത പോസ്റ്റിലൊക്കെ പറയുന്നത്. അപ്പം മാനസികമായൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് അവൾ. ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. എന്താ പറയുക, പീഡനം ഏറ്റുവാങ്ങിയിട്ട്. നിങ്ങൾ കണ്ടല്ലോ ആ പീഡനത്തിൻ്റെ ആ രംഗങ്ങൾ. നമ്മൾ അവളെ റീച്ചായി അവൾക്ക് കേട്ടോ, ഒരുപാട് റീച്ചായി. കാരണം എനിക്കാണെങ്കിൽ എത്ര ആളുകളാണ് അവളെ ആ പോസ്റ്റിന് ലൈക്ക് അടിച്ചതും അത് ഷെയർ ചെയ്തതൊക്കെ എത്ര ആൾക്കാരോ നമ്മളെ മുന്നിൽ കൂടെ അങ്ങനെ ഓടിക്കളിക്കുകയാണ് ആ പോസ്റ്റ്. അവൾ ഫേമസ് ആയി. പക്ഷേ ഫേമസ് ആയവൻ്റെ കൂടെ ആ പാവപ്പെട്ട ആ മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദി ഈ പെണ്ണല്ലേ. നിറപുഞ്ചിരിയോടെ കൂടെയാണ് അവൾ ആ വീഡിയോ പകർക്കുന്നത്. നിറപുഞ്ചിരിയോടെ കൂടെ പീഡനം ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ടേ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ പകർക്കാണ്. അങ്ങനെ തൊടാനും തട്ടാനും ഒന്നും പാടില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തട്ടിന്ന് വരും. തട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് മാറി നിൽക്കാൻ ഇഷ്ടംപോലെ ബസ്സിൽ സ്ഥലം ഉണ്ടല്ലോ, ഒരല്പം മുന്നോട്ട് മാറി നിൽക്കാം. ഇനി തട്ടുകയാണെങ്കിൽ തന്നെ തട്ടാനായിട്ട് എത്രയോ ആളുകൾ കയറുന്ന ആളുകളുണ്ട്. തട്ടാനും തലോടാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ കയറുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ടേ പറയുള്ളൂ. ഏതൊരു പെണ്ണിനാണെങ്കിലും നമ്മൾ സപ്പോർട്ടേ പറയുള്ളൂ. ഇത് നെറികെട്ട പണിയാണ് ഇവിടെ ചെയ്തത്. ആ ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് കൊയഞ്ഞാട്ടാക്കി. ആ ഒരു കുടുംബത്തിന്റെ അത്താണി അങ്ങ് നഷ്ടപ്പെടുത്തി. അവൾക്ക് പേരിൽ കേസെടുക്കണ്ടേ? കേസ് സ്വമേധയാ പോലീസ് കേസെടുക്കണം. അവളെ പേരിൽ എടുത്തിട്ട് അവളെ അകത്തിടണം. അവളെ അനുഭവിക്കട്ടെ അകത്ത് കിടന്നിട്ട്. ഇനി മേലിൽ ഒരു പെണ്ണും ഇത്തരം പ്രവൃത്തി ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെ ഓടിയും തൊടാനോ, നമ്മളൊക്കെ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ വളരെ ലെയറായിട്ട് നമ്മൾ ബസ്സിൽ കയറില്ല. ഞാനൊക്കെ ബസ്സിൽ വളരെ ലെയറായിട്ട് കയറുള്ളൂ. അപ്പോൾ കയറിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ സ്ത്രീകൾ തിരക്കുള്ള സ്ത്രീകൾ ഒന്ന് ചേച്ചി അല്ലെങ്കിൽ താത്താന്ന് വിളിച്ചാൽ അനങ്ങൂല. ആ നിന്ന നിപ്പ് ആ കോലത്തിൽ മറ്റേ മിഷീൻ കല്ലിട്ട് അട്ടിച്ച് മാതിരി ആ കോലത്തിലാണ് നിൽക്കും. പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും തിരക്കെങ്കിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ടച്ചായിന്ന് വരും. അപ്പം ടച്ച് ആയിക്കാണെങ്കിൽ അതിന് ചൂടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി പോസ്റ്റ് ഇട്ടിട്ടോ ഒരു കാര്യമില്ല. ചെണ്ണ കടിയാണ്ട് കിട്ടും മാതിരി പ്രവൃത്തി ചെയ്തിരിക്കണമെങ്കിൽ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ടാക്സി, ഓട്ടോ അല്ലെങ്കിൽ പിന്നെ കാറ് ഒക്കെ ടാക്സി ഉണ്ടല്ലോ. വിളിച്ച് അവർക്ക് സൗകര്യം പോലെ പോയിക്കൂടെ? ഈ പബ്ലിക് പാസഞ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറും. എല്ലാവർക്കും സൗകര്യപ്പെടുത്തിയിട്ടുള്ള സാധനമാണ് ഈ പബ്ലിക് പാസഞ്ചർ. അതിൽ കയറുമ്പോൾ അതിൻ്റെതായ മര്യാദകളൊക്കെ കുറച്ച് പാലിക്കേണ്ടി വരും. ഇമ്മാതിരി നെറികാടല്ല ചെയ്യേണ്ടത്. അപ്പം ഇവളെ പേരിൽ കേസെടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഇവൾ നിറപുഞ്ചിരിയോടെ കൂടെ ഇവൾ വീഡിയോ മുഴുവനും എടുത്ത് അവളെ വീട്ടിൽ കൊണ്ടുപോയി അവൾ അത് അപ്ലോഡ് ചെയ്ത് ഈ പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന കാസർഗോട്ടുകാരൻ മരണപ്പെട്ട് എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്ത് പാവപ്പെട്ട മനുഷ്യൻ. അതിന്റെ ഉത്തരവാദി ഇവളല്ലേ. ഇവളെ പേരിൽ കേസെടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുത്തത്. കാരണം 2 കുട്ടികളെ എത്തിയമാക്കി, പോരാതെ ആ പെണ്ണിനെ വിധവാക്കി. ഇതിനൊക്കെ ഇവളൊക്കെ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. നശിച്ച വർഗങ്ങൾ, ഒരു ദയയില്ലാതെ എന്താ പറയാ, ഒരു ക്രിമിനൽ ചിന്താഗതിയായിട്ട് നടക്കുന്നത്. ഇവളൊക്കെ കാണുന്നോടത്തുനിന്ന് നമ്മൾ ആണുങ്ങൾ ഓടി മറിയേണ്ടി വരും. ഇവിടെ മുന്നിൽ നിൽക്കുകയോ ചെയ്യരുത്. കാരണം ഓടി മറിയേണ്ടി വരും നമ്മൾ. കാരണം അത്രയും ഡേഞ്ചറാണ് ഇതേപോലെയുള്ള സ്ത്രീകൾ എന്നുള്ളതാണ്. കാരണം മനുഷ്യന്മാർക്ക് വയ്യാക്കണ്ടേ, ഇതുപോലെയുള്ള ആളുകളൊക്കെ ഫുള്ളായിട്ട് പിടിച്ചകത്തിടണം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്.